നമസ്കാരം. തിയേറ്ററുകളിൽ ഹിറ്റടിച്ച് നിരവധി സിനിമകൾ ഈ അവധിക്കാലത്ത് മുന്നേറുന്നുണ്ട്. അതിലൊന്നാണ് അതിരടി. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ വലിയ സ്വീകാര്യത പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിരുന്നു. സിനിമ റിലീസായപ്പോഴും മികച്ച അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഇതിനിടെ സിനിമയിലെ ചില സീനുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അതിരടിക്കൊപ്പം തന്നെ സൂര്യ ചിത്രം കറുപ്പും കോടികൾ നേടി തിയേറ്ററുകളിൽ മുന്നേറുന്നുണ്ട്. സൂര്യയുടെ വമ്പൻ കംബാക്കാണ് കറുപ്പെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുമ്പോൾ അത് കളക്ഷനിലും പ്രതിഫലിക്കുന്നുണ്ട്. ഒപ്പം നീണ്ട നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദൃശ്യം 3 കളക്ഷനിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പാട്രിയറ്റ് എന്ന മോഹൻലാൽ മമ്മൂട്ടി ചിത്രവും വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഈ സിനിമകളുടെയൊക്കെ വിശേഷങ്ങളുമായി സിനിമാ തട്ടകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വേറിട്ട കഥ, പിടിച്ചിരുത്തുന്ന ആഖ്യാന ശൈലി, ആഴത്തിൽ പതിയുന്ന ഇമോഷനുകൾ, ഫൈറ്റ്, ഗാനങ്ങൾ, കോമഡി, അങ്ങനെ സാധാരണ പ്രേക്ഷകൻ എന്തൊക്കെ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ നൽകുന്ന ഒരു ചിത്രമാണ് അതിരടി. ബേസിൽ ജോസഫും ടൊവിനോ തോമസും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രം ഒരു സമ്പൂർണ്ണ തിയേറ്റർ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ബേസിലിന്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അരന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അരന്തു എസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫ് നായകനും നിർമ്മാതാവുമായ സിനിമയിൽ ടൊവിനോയാണ് വില്ലനും സഹനിർമ്മാതാവും. മിന്നൽ മുരളിയിൽ തുടങ്ങിയ ഇവരുടെ സൗഹൃദം മരണമാസം കടന്നാണ് അതിരടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ബേസിൽ തന്നെ സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുൺ അനുരുദ്ധാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അരുണിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം കൂടെയാണിത്. കാതൽ ദിക്കോർ, നെയ്മർ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് പോൾസൺ സ്കറിയയും സംവിധായകനും ചേർന്നാണ് അതിരടിക്ക് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. സ്ഫോടനാത്മകം, അതിശയോക്തിപരം, സംഭ്രമജനകം, കരുത്തുറ്റ, സംഭവബഹുലമായ എന്നൊക്കെയാണ് അതിരടി എന്ന മലയാള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഇതിൽ മികച്ച രീതിയിലൊരു തലക്കെട്ട് തിരഞ്ഞെടുക്കാനാവില്ലെന്ന് സിനിമ കണ്ടവർ അഭിപ്രായപ്പെടുന്നുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പശ്ചാത്തലത്തിലൊരു സിനിമയൊരുങ്ങുന്നത്. വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ബേസിൽ ജോസഫും ടൊവിനോ തോമസും ചിത്രത്തിലെത്തുന്നത്. സാംകുട്ടി അഥവാ സാംബോയ് എന്ന കഥാപാത്രമായി ബേസിൽ ജോസഫ് ചിത്രത്തിലെത്തുമ്പോൾ തോട്ട കുട്ടൻ എന്ന റിട്ടയർഡ് ഗുണ്ടയുടെ വേഷത്തിലാണ് ടൊവിനോ എത്തുന്നത്. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ, സരിൻ ഷിഹാബ്, വിഷ്ണു അഗസ്ത്യ തുടങ്ങി ഒരു കൂട്ടം പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നു എന്ന അറിയിപ്പോടെ ചിത്രത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പ്രേക്ഷകരും വലിയ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിന്റെ വരവിനായി കാത്തിരുന്നത്. സംവിധായകനായും നടനായും പ്രേക്ഷകരെ കയ്യിലെടുത്ത ബേസിൽ ജോസഫിന്റെ ആരാധകരിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം ഇതിന് അടിത്തറയാണെന്ന് തന്നെ പറയാം. പേര് കേൾക്കുമ്പോൾ ഒരു ഇടിപ്പടമാകും എന്ന് തോന്നുമെങ്കിലും മാസും കോമഡിയും ആഘോഷങ്ങളും ഒക്കെയായി മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ അതിരടി നൽകുന്നു. അതിരടി എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ കാസ്റ്റിംഗ് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. ബേസിലാണ് നായകനെന്നിരിക്കെ ടൊവിനോ നായകന്റെ മേലെ നിൽക്കുമോ, അതിനായകനാണോ, വില്ലനാണോ, അതോ സഹനടനാണോ എന്നൊക്കെയുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കിടയിലുണ്ടായിരുന്നു. സിനിമയിൽ ഇറങ്ങിയപ്പോൾ ഇത്തരം എല്ലാ ആകാംക്ഷകൾക്കും ഉത്തരമാവുകയാണ്. ബേസിൽ നായകനെങ്കിൽ ടൊവിനോ തന്നെയാണ് വില്ലൻ. സിനിമ തുടങ്ങുന്നിടം മുതൽ തന്നെ പ്രേക്ഷകനെ ഒപ്പം കൂട്ടുന്ന ചിത്രം പതിഞ്ഞ താളത്തിൽ തുടങ്ങി പിന്നീട് വൈകാരികമായൊരു കഥാതന്തു പ്രേക്ഷകന്റെ ഉള്ളിലേക്കിടുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങി അവസാനം വരെ കയറ്റിറക്കങ്ങളിലൂടെ ചിത്രത്തിനൊപ്പം പ്രേക്ഷകരും സഞ്ചരിക്കുകയാണ്. മാസും കോമഡിയും കട്ടയ്ക്ക് നിൽക്കുന്ന ചിത്രത്തിന്റെ പല സീനുകളും തിയേറ്ററുകളിൽ ആർപ്പുവിളികൾ ഉയരുന്നത് കേൾക്കാം. ഒപ്പം വൈകാരികമായ രംഗങ്ങളിൽ നിശബ്ദതയും പടരുന്നുണ്ട്. അടുത്ത കാലത്ത് കൊച്ചിയിലെ പ്രശസ്തമായൊരു ക്യാമ്പസിൽ നടന്ന സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് സിനിമയുടെ തുടക്കം. ഇതേ സംഭവം തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് സാംകുട്ടി. തൻ്റെ സഹോദരൻ പഠിച്ച അതേ കോളേജിൽ ചില ലക്ഷ്യങ്ങളോടെ സാംകുട്ടിയും പഠിക്കാനെത്തുകയാണ്. കോളേജിൻ്റെ അഭിമാനമായിരുന്ന ഫെസ്റ്റിവൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവാക്കുകയും അത് തിരികെ കൊണ്ടുവരാൻ സാംകുട്ടി ശ്രമിക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ഫെസ്റ്റ് നടത്തുക എന്ന ആഗ്രഹം സാംകുട്ടിക്ക് അല്പം വ്യക്തിപരം കൂടിയാകുന്നത് എങ്ങനെയെന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഇമോഷണൽ ട്രാക്ക് വരുന്നത്. ബേസിൽ ജോസഫ് എന്ന നടൻ്റെ വളരെ വ്യത്യസ്തമായൊരു രൂപം തന്നെയാണ് സിനിമയുടെ ആദ്യ പകുതിയുടെ ആകർഷണം. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാകാൻ വേണ്ടി തൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തി
20കാരനിലേക്ക് ചുരുങ്ങിയെത്തിയ ബേസിലിനെ ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ നമുക്ക് കാണാനാവും. ഇതിന് പാരലായാണ് ടൊവിനോയുടെ തോട്ടക്കുട്ടൻ എന്ന കഥാപാത്രം വരുന്നത്. വലിയ കേസുകളിൽ പ്രതിയായ നാട്ടുകാരെയും പോലീസിനെയും വിറപ്പിച്ച ഗുണ്ടാ പശ്ചാത്തലമുള്ള കുട്ടൻ വിവാഹത്തിന് ശേഷം കുടുംബമായി ഗായകനാകണമെന്ന മോഹവും പൊടിതട്ടിയെടുത്ത് നാട്ടിൽ അമ്പലവും പരിപാടികളുമായി കൂടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലാഗ് ഓൺ ചെയ്യുന്ന ദിവസം തന്നെയാണ് കുട്ടന്റെ അമ്പലത്തിലെ ഉത്സവ ഘോഷയാത്രയും തുടങ്ങുന്നത്. അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ അടിപിടി പിന്നീട് ഫെസ്റ്റ് മുടങ്ങാൻ കാരണമാകുമെന്ന ഘട്ടത്തിലാണ് സാംകുട്ടിയും തോട്ടക്കുട്ടനും തമ്മിൽ പ്രശ്നങ്ങൾ കനക്കുന്നത്. സംഘടന രംഗങ്ങളെ പോലും ഫൺ ട്രാക്കിനൊപ്പം പ്ലേസ് ചെയ്ത് മുഴുവൻ നേരവും പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാൻ സംവിധായകനായിട്ടുണ്ട്. സിനിമ കാഴ്ചക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് അതിരടിയിൽ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ കൂടെ കൂട്ടാൻ കഥയ്ക്ക് കഴിയുന്നു എന്നതാണ് സിനിമയുടെ വിജയത്തിന്റെ പ്രധാന കാരണം. ഒപ്പം ബിടെക് പഠനവും സപ്ലി സമ്മർദ്ദങ്ങളുമൊക്കെ ചിത്രത്തിൽ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള അതിരടി തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിരിക്കേണ്ട ചിത്രമാണെന്ന് സിനിമ കണ്ടിറങ്ങിയവർ ഒന്നടങ്കം പറയുന്നുണ്ട്. അഭിനേതാക്കൾക്കൊപ്പം അണിയറ പ്രവർത്തകർ കൂടെ ഒരേ വേവ് ലെങ്തിൽ സഞ്ചരിച്ചതിന്റെ പൂർണ്ണത ചിത്രത്തിലുടനീളം കാണാം. ഒട്ടേറെ സാമൂഹിക മാധ്യമ താരങ്ങളും ചിത്രത്തിൽ നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പല ട്രെൻഡിംഗ് മീമുകളും ചിത്രത്തിൽ വരുന്നുമുണ്ട്. മാത്രമല്ല, ശ്രദ്ധേയമായ ചില സിനിമകളുടെ റെഫറൻസുകളും ചിത്രത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റെഫറൻസുകൾ കൊണ്ട് നിറഞ്ഞ ചിത്രം തിയേറ്ററുകളിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. സർവമായിലെ ഡെലൂലുമായി എത്തിയ റിയ ഷിബുവിന്റെ പ്രകടനവും ബേസിലുമായുള്ള കോമ്പിനേഷൻ സീനുകളും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. ബേസിലും ടൊവിനോയും മുന്നോട്ട് നയിക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം പകുതിയിലാണ് വിനീത് ശ്രീനിവാസിന്റെയും ഷാൻ റഹ്മാന്റെയും കടന്നുവരവ്. പിന്നീട് അങ്ങോട്ട് ചിലയിടങ്ങളിൽ സിനിമയാകെ ഇരുവരും ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാം. വളരെ മികവോടെയാണ് ഇവർ തമ്മിലുള്ള രംഗങ്ങൾ തിരക്കഥയിലും സിനിമയിലും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം ചെറിയ വേഷങ്ങളിൽ എത്തിയവർക്ക് പോലും മികച്ച പ്രകടനം കൊണ്ട് സിനിമ കൈയടക്കാനാകുന്നുണ്ട്. വിഷ്ണു അഗസ്തിയുടെ അഭിനയവും പ്രത്യേക പരാമർശം അർഹിക്കുന്നതാണ്. കൂടാതെ സരിൻ ഷിഹാബ്, ശാന്തിവിള ദിനേശ്, പി സുകുമാർ, ജിയോ ബേബി, ദർശന രാജേന്ദ്രൻ തുടങ്ങി എല്ലാവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പാട്രിയറ്റിലേതുപോലെ തന്നെ അതിരടിയിലും ദർശന രാജേന്ദ്രൻ കഥയുടെ ട്വിസ്റ്റ് തിരിച്ചുവെച്ച് കടന്നു പോവുകയാണ്. സിനിമയിലുടനീളം ഈ കഥാപാത്രം ഉള്ളതായി പ്രേക്ഷകർക്ക് തോന്നുന്നത് ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. റിയ ഷിബുവിന്റെ സ്വാതിയും സാംകുട്ടിയുമായുള്ള ലവ് ട്രാക്കും സിനിമയെ രസമുള്ള അനുഭവമാക്കുകയാണ്. അതിനൊപ്പം പേരുകൊണ്ട് മാത്രം കയ്യടി നേടിയ മറ്റൊരു ക്യാമിയോയും ചിത്രത്തിലുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത. സമാനതകളില്ലാത്ത ആരവമാണ് ചിലയിടങ്ങളിലെ കോമഡി സീനുകൾ തിയേറ്ററുകളിൽ നിറയ്ക്കുന്നത്. കയറ്റിറക്കങ്ങളുള്ള തിരക്കഥയും ചിത്രത്തിന്റെ പ്രധാന ശക്തിയാണ്. ഒന്നാം പകുതിയുടെ വേഗതയും ആകാംക്ഷയും രണ്ടാം പകുതിയിൽ ഒരല്പം തണുത്തു പോകുന്നുണ്ടെങ്കിലും സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും അതെല്ലാം തിരിച്ചു പിടിക്കുകയാണ്. രണ്ടാം പകുതിയിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സിനിമ എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയെടുക്കാനാവും. പ്രേക്ഷകർക്ക് അത് തിരിച്ചറിയാനാകുമെന്നതിനാൽ തന്നെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വെല്ലുവിളി തന്നെയാണ്. അതിനാൽ തന്നെ ആ ന്യൂനത മറയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിമനോഹരമായി ക്ലൈമാക്സിലേക്ക് സിനിമ എത്തിക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആക്ഷനും സസ്പെൻസും ഇമോഷനും എല്ലാം ചേർത്ത് വെച്ച ക്ലൈമാക്സ് ആണ് പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത്. ക്ലൈമാക്സ് ക്ലീഷയാണെങ്കിലും അതിലേക്ക് പുതുമയും നിർമ്മാണ കൗശലവും കൊണ്ടുവരാനായിട്ടുണ്ട്. കോളേജ് ക്യാമ്പസ് പ്രമേയമായ സിനിമയായതിനാൽ തന്നെ ജെൻസി സംഭാഷണങ്ങളും ചിത്രത്തിലെമ്പാടുമുണ്ട്. ബേബി ബൂമേഴ്സ് മുതൽ ജെൻ എക്സും മില്ലേനിയൽസും ചില സംഭാഷണങ്ങൾക്ക് കാതുകൂർപ്പിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവും. ജെൻ ആൽഫകൾ ജെൻസിയേക്കാൾ ആ സംഭാഷണങ്ങൾ അടിച്ചു കലക്കുമെന്നത് വേറെ കാര്യം. കിടയറ്റ സമ്പൂർണ്ണ തിരക്കഥയെന്നൊന്നും അതിനിടയെ വിശേഷിപ്പിക്കാനാകില്ലെങ്കിലും പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മേക്കിങ്ങും പ്രശംസകൾ നേടുന്നുണ്ട്. ഹ്യൂമറിനെയും ഇമോഷനെയും കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച തിരക്കഥയാണ് അതിരടിയുടെ ശക്തി. ടെക്നിക്കൽ സൈഡും മികച്ചു തന്നെ നിൽക്കുന്നതിനാൽ ആ സൈഡും ക്ലീനാണ്. അതിവേഗം സഞ്ചരിക്കുന്ന ചിത്രത്തിന് ചമൻ ചാക്കിയുടെ എഡിറ്റിംഗും ഒരു മുതൽക്കൂട്ടാണ്. വിഷ്ണു വിജയുടെ പശ്ചാത്തല സംഗീതവും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. സാമുവൽ ഹെൻറിയുടെ ഫ്രെയിമുകളും ചിത്രത്തിന്റെ മൂഡിനനുസരിച്ചുള്ളതാണ്. അങ്ങനെ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ ആദ്യമായി ഒന്നിക്കുന്ന സിനിമയെന്ന രീതിയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ എലമെന്റ്സും അതിരടി നൽകുന്നുണ്ട്. അതിനിടെയാണ് അതിരടി ഗംഭീര വിജയം നേടി മുന്നേറുമ്പോൾ ചിത്രത്തിലെ ചില സീനുകൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുന്നത്. തിയേറ്ററിൽ നിന്നും റെക്കോർഡ് ചെയ്ത വീഡിയോകളാണ് പ്രചരിക്കുന്നത്. ഇതിൽ വലിയ വിമർശനം ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അടുത്ത കാലത്തായി ഇത്തരത്തിൽ നിരവധി സിനിമകളുടെ ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പ്രേക്ഷകരുടെ വിമർശനം.
ബേസിൽ ജോസഫിന്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്ന ലേബലോടെ എത്തിയ ചിത്രമാണ് അതിരടി. ബേസിലിനൊപ്പം ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് ചിത്രത്തെ സ്വീകരിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത അതിരടിയുടെ ചില ക്ലിപ്പുകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിരടിയുടെ അതിഥി വേഷം ഉൾപ്പെടെയുള്ള വീഡിയോകളാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്നത്. തിയേറ്ററിൽ നിന്നും റെക്കോർഡ് ചെയ്ത വീഡിയോകളാണ് ഷോർട്ടാക്കി പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ രംഗവുമായി ബന്ധപ്പെട്ട ക്യാപ്ഷനുകളോടെ പ്രചരിക്കുന്ന ഈ വീഡിയോകൾ അണിയർ പ്രവർത്തകരോ ബേസിൽ ജോസഫോ കണ്ടില്ലെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമയെ സ്പോയിലർ ആക്കുന്നത് എന്തിനെന്നും ഇതിലും ഭേദം മുഴുവൻ സിനിമയും എടുത്തിടുന്നതാണെന്നും വിമർശകർ കമന്റിൽ കുറിക്കുന്നുണ്ട്. നേരത്തെ വാഴ 2 സിനിമയിലെ സീനുകളും ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചിരുന്നു. ഇനിയും സിനിമ കാണാനുള്ളവരുടെ ആവേശം നശിപ്പിക്കുന്നതാണ് ഇത്തരം പ്രചാരണങ്ങളെന്ന് നിരവധി പേർ അന്നും അഭിപ്രായപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ അതിരടിയുടെ ഭാഗങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ചേർന്നാണ് അതിരടി നിർമ്മിച്ചത്. മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധാണ് സംവിധാനം ചെയ്യുന്നത്. അരുണിന്റെ ആദ്യ സംവിധാന സംരംഭമാണിത്. ടൊവിനോ തോമസിനും ബേസിൽ ജോസഫിനും പുറമെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വെക്കേഷൻ കാലത്ത് കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരുപോലെ ആഘോഷിക്കാവുന്ന ഒരു പക്കാ ഫെസ്റ്റിവൽ എന്റർടൈനറാണ് ചിത്രമെന്ന് സിനിമ കണ്ടവർ പറയുന്നു. ഫൺ എന്റർടൈനർ മൂഡ് പ്രകടമാക്കുന്ന ചിത്രത്തിന്റെ ടീസറിനും പോസ്റ്ററുകൾക്കും മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ചിത്രത്തിന്റെ കളക്ഷനിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 12,000 ടിക്കറ്റുകൾക്ക് മുകളിൽ വരെ വിറ്റുപോകുന്ന തരത്തിൽ ട്രെൻഡ് ചെയ്ത ചിത്രം ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ആഗോള ഓപ്പണിംഗ് നേടുമെന്നും ഇതിനോടകം ഉറപ്പായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വിദേശത്തും ഗംഭീര ബോക്സ് ഓഫീസ് തുടക്കമാണ് ചിത്രം നേടുന്നത്. തമിഴ് സിനിമാ ലോകത്തേക്ക് കടക്കുകയാണെങ്കിൽ RJ ബാലാജി സംവിധാനം ചെയ്ത സൂര്യ ചിത്രം കറുപ്പ് ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ്. ആദ്യ ദിനം തന്നെ ഗംഭീര പ്രതികരണങ്ങളാണ് ചിത്രം നേടിയത്. സൂര്യയുടെ വമ്പൻ കംബാക്കാണ് കറുപ്പെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന സിനിമ പ്രതിസന്ധികൾ മറികടന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ മികച്ച അഭിപ്രായങ്ങൾ നേടാനാകുന്നുണ്ട്. സൂര്യയുടെ വമ്പൻ കംബാക്കാണ് കറുപ്പെന്ന പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. എല്ലായിടത്തും നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം തന്നെ 15.5 കോടി രൂപയാണ് ചിത്രം നെറ്റ് കളക്ഷനായി നേടിയത്. 18 കോടിയാണ് ഇന്ത്യയിലെ ആദ്യ ദിന ഗ്രോസ് കളക്ഷൻ. 7 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രം ആദ്യ ദിനം വിറ്റത്. മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് ലഭിക്കുന്നതിനാൽ തന്നെ ആദ്യ ദിനത്തെ മറികടക്കുന്ന കളക്ഷൻ വരും ദിവസങ്ങളിൽ ചിത്രം നേടുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. സൂര്യ, ഇന്ദ്രൻസ്, തൃഷ, അനഘ തുടങ്ങിയവരുടെ പ്രകടനങ്ങൾക്കും കയ്യടികൾ ലഭിക്കുന്നുണ്ട്. വൈറൽ ഹിറ്റുകളിലൂടെ ശ്രദ്ധേയനായ യുവ സംഗീത സംവിധായകൻ സായ് അഭ്യങ്കറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. സായ് അഭ്യങ്കറിന്റെ മ്യൂസിക്കിനും വലിയ പ്രശംസകളാണ് ലഭിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ചിത്രം റിലീസ് ചെയ്യാമെന്നായിരുന്നു നിർമ്മാതാക്കൾ ആദ്യം തീരുമാനിച്ചത്. മെയ് 14-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ് അങ്ങനെ പ്രഖ്യാപിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചിത്രത്തിന് രാവിലെ 9 മണിക്ക് പ്രത്യേക ഷോകൾ നടത്താൻ അനുമതിയും നൽകിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ചിത്രത്തിന്റെ പ്രദർശനം റദ്ദാക്കുകയായിരുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ഇരുവരും ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഗെറ്റപ്പിലും മേക്ക് ഓവറിലുമാണ് കറുപ്പിലെത്തുന്നത്. നാട്ടി, സ്വാസിക, ശിവദ, സുപ്രീത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇനി കറുപ്പെന്ന ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മികച്ച വിജയം നേടാൻ ചിത്രത്തിനാകുന്നുണ്ടെന്ന റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നു. RJ ബാലാജി സംവിധാനം ചെയ്ത ചിത്രം ഓരോ ദിവസവും വലിയ കളക്ഷൻ തന്നെയാണ് നേടുന്നത്. കോടികളാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് സിനിമ തിയേറ്ററിൽ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ്. സൂര്യയുടെ വമ്പൻ കംബാക്കാണ് കറുപ്പെന്നാണ് അഭിപ്രായങ്ങൾ. എല്ലായിടത്തും നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ കളക്ഷൻ കണക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 161.04 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 110.04 കോടി ഗ്രോസ് നേടിയപ്പോൾ വിദേശ മാർക്കറ്റിലെ നേട്ടം 51 കോടിയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 80 കോടി കളക്ഷനും നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ 15.50 കോടിയാണ്. തിയേറ്റർ ഹിറ്റില്ലാത്ത നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ സൂര്യ തിരിച്ചെത്തുകയാണ്. സിംഗം 2വിന്റെ കളക്ഷനായിരുന്നു സൂര്യയുടെ ഏറ്റവും വലിയ തിയേറ്റർ കളക്ഷൻ. അത് വെറും 4 ദിനം കൊണ്ട് കറുപ്പ് ബോക്സ് ഓഫീസിൽ മറികടന്ന് ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുകയാണ്. സൂര്യ, ഇന്ദ്രൻസ്, തൃഷ, അനഘ തുടങ്ങിയവരുടെ പ്രകടനങ്ങൾക്കും കയ്യടി ലഭിക്കുന്നുണ്ട്. സായ് അഭ്യങ്കറിന്റെ മ്യൂസിക്കും വലിയ കയ്യടികൾ നേടുന്നുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ചിത്രം റിലീസ് ചെയ്യാമെന്നായിരുന്നു നിർമ്മാതാക്കൾ ആദ്യം തീരുമാനിച്ചത്. മെയ് 14-നാണ് ചിത്രം റിലീസിനെത്തുമെന്ന് അറിയിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചിത്രത്തിന് രാവിലെ 9 മണിക്ക് പ്രത്യേക ഷോകൾ നടത്താൻ അനുമതിയും നൽകിയിരുന്നു.
എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ചിത്രത്തിന്റെ പ്രദർശനം റദ്ദാക്കുകയായിരുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃശയും വീണ്ടും ഒന്നിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ഇരുവരും ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഗെറ്റപ്പിലും മേക്ക് ഓവറിലുമാണ് കറുപ്പിലെത്തുന്നത്. വൈറൽ ഹിറ്റുകളിലൂടെ ശ്രദ്ധേയനായ യുവ സംഗീത സംവിധായകൻ സായ് അഭ്യങ്കറാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത്. ഇന്ദ്രൻസ്, നാട്ടി, സ്വാസിക, അനഘാമായ, രവി, ശിവദ, സുപ്രീത റെഡ്ഡി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. പ്രദർശനം ആരംഭിച്ചതോടെ ചിത്രത്തിന് മികച്ച ബുക്കിംഗാണ് ലഭിക്കുന്നത്. ദൃശ്യം 3യുടെ വരവിനായാണ് പ്രേക്ഷകർ കാത്തിരുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് മാത്രം കോടികൾ നേടാൻ സാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വരും ദിവസങ്ങളിലും കോടി ക്ലബിലേക്ക് ചിത്രം എത്തുമെന്നാണ് സിനിമ അനലിസ്റ്റുകളുടെയും അഭിപ്രായം. മോഹൻലാൽ നായകനായി പ്രദർശനത്തിനെത്തിയ ദൃശ്യം 3യുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21-നാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിന്റെ ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കളക്ഷൻ റെക്കോർഡുകൾ പലതും ചിത്രം തകർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രം ദൃശ്യമായിരുന്നു. ദൃശ്യം 3യുടെ അഡ്വാൻസ് ബുക്കിംഗിന് വേൾഡ് പ്രീസെയിലിൽ മാത്രം 35 കോടി കവിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് മാത്രം 8.4 കോടിയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് 4.3 കോടിയും വിദേശത്ത് നിന്ന് 22.3 കോടിയും ആദ്യ ദിനത്തെ പ്രീസെയിൽ കളക്ഷനായി നേടിയെന്നാണ് വിവരം. ആദ്യ ദിവസം തന്നെ 50 കോടി ക്ലബിൽ ചിത്രം എത്തിയേക്കുമെന്ന സൂചനകളാണ് പ്രീസെയിൽ ബുക്കിംഗ് റിപ്പോർട്ടുകൾ നൽകുന്നത്. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗവും 2ാം ഭാഗവും നൽകിയ വിജയവും പ്രതീക്ഷയുമെല്ലാമാണ് 3ാം ഭാഗത്തിന്റെ വരവിനായും കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചത്. തന്റെ കുടുംബത്തിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബവും പോലീസ് പിടിയിലാവുമോ അതോ 4ാം ക്ലാസ്സുകാരന്റെ കൂർമ്മ ബുദ്ധി കൊണ്ട് വീണ്ടും രക്ഷപ്പെടുമോ എന്നറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത്. 3ാം ഭാഗം അല്പം ഇമോഷണലും ജോർജ് കുട്ടിക്ക് പേടിയും നൽകുന്നുണ്ടെന്ന സൂചനകൾ ട്രെയിലർ നൽകിയിരുന്നു. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. UA 13+ സർട്ടിഫിക്കറ്റാണ് ദൃശ്യം 3ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2-ന് ആഗോള റിലീസ് നിശ്ചയിച്ചിരുന്നുവെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മെയ് 21-ലേക്ക് നീട്ടുകയായിരുന്നു. മോഹൻലാലിന് പുറമെ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശാ ശരത്, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഇർഷാദ്, ഗണേഷ് കുമാർ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2-നാവും റിലീസ് ചെയ്യുക. ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി മുതൽ മുടക്കുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിച്ച പാട്രിയറ്റ് ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. 125 കോടിയിലധികം മുടക്കി തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രത്തിന് വേണ്ട വിജയം നേടാനായോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു പാട്രിയറ്റ്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര ഉൾപ്പെടെയുള്ള താരങ്ങളാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ മെയ് 1-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പാട്രിയറ്റിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. പാട്രിയറ്റിലെ മോഹൻലാലിന്റെ വേഷത്തെ പ്ലേസ് ചെയ്ത രീതിക്കും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം തരണം ചെയ്ത് ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ഇതിനിടെ പാട്രിയറ്റ് ഇതുവരെ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. ആദ്യ ദിനം 29.1 കോടി രൂപയായിരുന്നു പാട്രിയറ്റിന്റെ ആഗോള കളക്ഷൻ. 3ാം ദിവസമായപ്പോഴേക്കും അത് 61.25 കോടി ആയെന്നായിരുന്നു ഔദ്യോഗിക കണക്കുകൾ. ഇതോടെ റിലീസ് ചെയ്ത് 18 ദിവസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ പാട്രിയറ്റിന് 80 കോടിയിലധികം രൂപ നേടാനായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ നെറ്റ് 31.39 കോടിയിലധികവും ഓവർസീസ് കളക്ഷൻ 43 കോടിയിലധികവും നേടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പാട്രിയറ്റ് വീണ്ടും മുന്നോട്ട് പോകുമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം തന്നെ വൈകാതെ പാട്രിയറ്റ് OTT-യിലെത്തുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ് പാട്രിയറ്റ് നിർമ്മിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം 125 കോടിയിലധികം മുടക്കിയാണ് പാട്രിയറ്റ് തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. ഈ മുതൽ മുടക്ക് ചിത്രത്തിന് തിരിച്ചുപിടിക്കാനാവുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രേവതി, ജിനു ജോസഫ്, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറീൻ ഷിഹാബ്, പ്രകാശ് ബെലവാടി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. UDF മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഷിബു ബേബി ജോൺ ഈ ചിത്രം നിർമ്മിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് ഷിബു ബേബി ജോൺ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
മോഹൻലാലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ചിത്രം സിനിമാ പ്രേമികൾ വളരെ കാലമായി കേൾക്കുന്ന ഒരു സാധ്യതാ പ്രൊജക്റ്റാണ്. അഭിനയിക്കുന്ന സിനിമകളുടെ പ്രൊമോഷന് ചെല്ലുമ്പോൾ ദിലീഷ് പോത്തൻ സ്ഥിരമായി നേരിടുന്ന ചോദ്യവും ഈ ചിത്രത്തെക്കുറിച്ചാണ്. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ നേരിട്ടപ്പോഴും ഈ ചോദ്യം അദ്ദേഹത്തിന് നേരെ ഉയർന്നിരുന്നു. അത്തരമൊരു ചിത്രം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതേയുള്ളൂവെന്നും ഒന്നും ഉറപ്പു പറയാറായിട്ടില്ലെന്നുമായിരുന്നു ദിലീഷിന്റെ വാക്കുകൾ. എന്നാൽ ഏതാനും ദിവസം മുൻപ് മോഹൻലാലിന്റെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂർ ഈ പ്രൊജക്ട് കൺഫേം ചെയ്തിരുന്നു. എന്നാൽ ചിത്രം താനല്ല നിർമ്മിക്കുന്നതെന്നും ആന്റണി പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ പ്രൊജക്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. UDF മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഷിബു ബേബി ജോണാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മലൈക്കോട്ടെ വാലുബിന് ശേഷം ഷിബു ബേബി ജോൺ നിർമ്മിക്കുന്ന ചിത്രമാവും ഇത്. ഒരു ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് ഷിബു ബേബി ജോൺ ഇക്കാര്യം അറിയിച്ചത്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്നും കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ ചിലരുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സിന്റെ ബാനറിലാവും നിർമ്മാണം. അച്ഛനമ്മമാരുടെ പേരുകൾ ചേർത്താണ് ഷിബു ബേബി ജോൺ ചലച്ചിത്ര നിർമ്മാണ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത്. ദൃശ്യം 3 റിലീസിനോടനുബന്ധിച്ച് മോഹൻലാൽ ആരാധകർ സമൂഹ മാധ്യമമായ എക്സിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുക്കവെയാണ് ആന്റണി പെരുമ്പാവൂർ ദിലീഷ് പോത്തൻ മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്. മോഹൻലാലിന്റെ അപ്കമിംഗ് പ്രൊജക്ടുകളെക്കുറിച്ച് സംസാരിക്കവേ പുതുതലമുറ സംവിധായകർക്കൊപ്പം തങ്ങളുടെ പ്രിയതാരം അഭിനയിക്കുന്നത് കാണാനുള്ള ആഗ്രഹം ആരാധകർ വെളിപ്പെടുത്തി. ഇതിനോടുള്ള പ്രതികരണമായാണ് ദിലീഷ് ചിത്രം വരാനുണ്ടെന്ന കാര്യം ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. അതേസമയം മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21-നാണ് ദൃശ്യം 3 റിലീസ് ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആശീർവാദ് സിനിമാസ് തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാനവരാശിയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയാകുന്ന ചില വിശ്വാസ പ്രമാണങ്ങളുടെ പൊളിച്ചെഴുത്തിന്റെ കാഹളം മുഴക്കിയെത്തുന്ന സസ്പെൻസ് ക്രൈം ആക്ഷൻ ത്രില്ലർ കിരാത മെയ് 29-ന് പ്രദർശനത്തിനെത്തുകയാണ്. MR ഗോപകുമാർ, ചെമ്പിൽ അശോകൻ, തുളസീദാസ്, ദിനേശ് പണിക്കർ, ഡോക്ടർ രജിത് കുമാർ, രാജ്മോഹൻ, അരിസ്റ്റോ സുരേഷ്, ഇടത്തൊടി ഭാസ്കരൻ, നീന കുറുപ്പ്, ജീവ നമ്പ്യാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇടത്തൊടി ഫിലിംസിന്റെ ബാനറിൽ ഇടത്തൊടി ഭാസ്കരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റോഷൻ കോന്നിയാണ് ഛായാഗ്രഹണവും എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി സിനിമാ തട്ടകത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.